നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അനാമിക, എന്താ എന്താ പതിവില്ലാതെ? എന്ത്? നിന്റെ കഴുത്തിലുള്ള ടാറ്റു എന്തേ, ഭംഗിയില്ലേ? അയ്യോ, നല്ല ഭംഗിയുണ്ട്. അങ്ങനെയാണോ? അതെ. എനിവേ, ലുക്കിംഗ് സോ ഗുഡ്. താൻ കൊള്ളാലോ. ഇയാളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഡെയിലി നിന്നെ കാണുമല്ലേ, പിന്നെ എങ്ങനെ ശ്രദ്ധിക്കാതിരിക്ക? അപ്പൊ ഇയാൾക്ക് എന്റെ കാര്യത്തില് അത്രയ്ക്ക് ശ്രദ്ധയുണ്ടോ? പിന്നല്ലാതെ. എന്റെ അറ്റൻഷനിൽ നിന്ന് നിനക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നാ? കൊള്ളാലോ. ഓക്കെ, ഇയാളിപ്പോ ടാറ്റു മാത്രമേ പുതിയതായിട്ട് കണ്ടുള്ളൂ? അതെല്ലോ. ശരിക്കും നോക്കിട്ട് പറ. അതെ അനാമിക, ഇതുവരെയായിട്ടും ഞാൻ ഈ ടാറ്റു ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, നല്ല ഭംഗി തോന്നുന്നുണ്ട്. അതല്ലാതെ തനിക്ക് വേറൊന്നും കാണാൻ പറ്റുന്നില്ലേ? മനസ്സിലാവുന്നില്ല. വാവ് അനാമിക, എന്തായി ചേഞ്ച് ഓവർ? എന്തു പറ്റി അനാമിക? നിനക്ക് വളരെ മാറ്റമുണ്ടല്ലോ. അങ്ങനെ തോന്നിയോ? അതെ. നോസ് റിംഗ്, ഇയർ സ്റ്റഡ്സ്, പെൻഡന്റ്, വളകൾ, നീ ഇപ്പൊ ഇട്ടിരിക്കുന്ന മോതിരങ്ങൾ, ഹെയർ സ്റ്റൈൽ, നിന്റെ കൺമഷി, ലിപ്സ്റ്റിക്, നിന്റെ ഡ്രസ്, പിന്നെ ഐലാഷസ്, എന്തിനധികം നീ ഇട്ടിരിക്കുന്ന സാൻഡൽസ് വരെ എല്ലാം ഡിഫറെന്റാ. ഇവനെന്താ സ്കാനറോ? ഇങ്ങനൊരു ചേഞ്ച് ഓവർ നടത്താൻ എന്താ കാരണം? അല്ല ഋഷി, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയത്? അനാമിക, എനിക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറിയാ. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാ എന്റെ മനസ്സില് പെട്ടെന്ന് അത് ക്ലിക്കാവും. അത് കാണാൻ ഭംഗിയുള്ള വസ്തു, മനസ്സിന് ഇഷ്ടപ്പെട്ട വസ്തുവാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് പതിയും. ഇത് രണ്ടും നിനക്ക് നന്നായി ചേരും. എടാ വൃത്തിയിട്ടവനെ. വെരി ഇംപ്രസീവ് ഋഷി. എന്നെ ഇത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അതിരിക്കട്ടെ, എന്തിനായി ചേഞ്ച്? വെറുതെ. വെറുതെയോ? അതെ. പക്ഷെ ഇത് തനിക്ക് നന്നായി ചേരുന്നുണ്ട്. പറ്റുമെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലത്. ഉറപ്പായിട്ടും. ഓക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. താനടിച്ചിരിക്കുന്ന പെർഫ്യൂം പോലും സൂപ്പറാ. ഇന്റർനാഷണൽ ബ്രാൻഡ്. എന്റെ അമ്മേ, എന്തൊരു അറ്റൻഷനാ! പെർഫ്യൂമിന്റെ സ്മെല്ല് വരെ കണ്ടുപിടിച്ചിട്ടല്ലേ പോകുന്നത്. ഒരു രക്ഷയില്ല. ഹലോ. പെർഫ്യൂമിന്റെ സ്മെല്ല് പോലും മണത്ത് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടല്ലേ. എന്നാൽ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലാക്കിയേ? നീ സ്കോർ ചെയ്യേണ്ട സ്ഥലത്ത് അവസാനം അവൻ സ്കോർ ചെയ്ത് പോകുന്ന കണ്ടില്ലേ? മൂന്നാമത്തെ സ്റ്റെപ്പും കയ്യിൽ നിന്ന് പോയല്ലോ. ഈശ്വരാ, ഒരല്പം കരുണ കാണിച്ചൂടെ എന്നോട്? എന്റെ ദൈവം. എല്ലാം നല്ലപോലെ നടത്തി തരണേ.
നിർമ്മലേ, രാഹുകാലം കഴിയുന്നതിന് മുമ്പ് അമ്മയുടെ കൂടെ പോയി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിയിട്ട് വാ. ശരി അച്ഛൻ. അമ്മ ഞാനും കൂടി വന്നോട്ടെ നിങ്ങളോട്? ആദ്യം അവർ രണ്ടുപേരും പോയിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയാ പോരെ? ആ ശരി. ആ പിന്നെ കൽപ്പനെ, മാല എടുത്തവളുടെ കഴുത്തിലിട്ടിട്ട് ആ കുടം എടുത്തവളുടെ കൈ കൊടുക്ക്. ആ ഇട്ട് കൊടുക്ക. പിന്നെ നിർമ്മലേ, എന്താ അച്ഛാ? പരിഹാരങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു തീർത്തിട്ട് ഭഗവാനോട് കല്യാണം ഒരു പ്രശ്നവുമില്ലാതെ ഭംഗിയായിട്ട് നടക്കണമെന്ന് പ്രാർത്ഥിക്കേ. അവിടെയുള്ള നല്ല ശക്തിയുള്ള ദൈവ ആഗ്രഹിച്ചതെല്ലാം നടക്കും. നിന്റെ ദോഷം മാത്രമല്ല, മരുമോന്റെ ജോലിയുടെ പ്രശ്നങ്ങളും ഇതോടുകൂടി തന്നെ തീർന്നോളും. അതുകൊണ്ട് പരിഹാരം നല്ല ശ്രദ്ധയോടെ ചെയ്യണം കേട്ടോ. ശരി അച്ഛാ, അമ്മയും കൂടെ വരുന്നുണ്ടല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം. നിന്റെ അമ്മയല്ലേ? ദേ ഇപ്പൊ തന്നോട് ബാഗ് മറന്നു വെച്ചിട്ടാ പോകുന്നേ. ഇത് പിന്നെ ആരാ എടുത്തോണ്ട് വരുന്നേ? ഇപ്പൊ തന്നെ ഇറങ്ങിയ പരിഹാരം നല്ലപോലെ ചെയ്തതിനു ശേഷം പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറ്റും. സൂക്ഷിച്ച് അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് വാ. ശരിയേട്ടാ. ആ പിന്നെ ഈ പൂജയ്ക്ക് ശേഷം കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലേ, അടിച്ചോ? അവന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. സമയം കളണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ശരി, സൂക്ഷിച്ച് പതുക്കെ നിർമ്മല മോളെ, നന്നായി പ്രാർത്ഥിച്ചോണേ. നടക്ക. സൂക്ഷിച്ചിറങ്ങണേ. ആ ഇങ്ങതാ പതുക്കെ. അപ്പൊ പോയിട്ട് വാ, സൂക്ഷിച്ചു പോണേ മോനെ. ശരിയേട്ടാ, വണ്ടി എടുത്തോ. ആ ബൈ ചേച്ചി. താങ്ക് യു, താങ്ക് യു. കൺഗ്രാചുലേഷൻസ് ദേവ. താങ്ക് യു. പ്രസിഡന്റ് ആയില്ലേ? അഭിനന്ദനങ്ങൾ. അതിന് ഞാനായതല്ലോ, നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ ആക്കിയതല്ലേ. അർഹതയുള്ളവരെ തേടി പദവി തനിയെ ഇങ്ങ് പോരും. അതിപ്പോ നിന്നെ തേടി വന്നിരിക്കുക ദേവ. എന്നാ പിന്നെ വൈകുന്നേരം ക്ലബിൽ ഒരു ഫംഗ്ഷൻ നമുക്ക് ഏർപ്പാട് ചെയ്യാം. മെമ്പേഴ്സ് എല്ലാം ഫാമിലി ആയിട്ട് വരട്ടെ. നിങ്ങളും ഫാമിലിയും കൂട്ടി വരണേ. അതെങ്ങനെ വരാതിരിക്കാൻ പറ്റാ? ദേവേട്ടൻ പ്രസിഡന്റ് ആയില്ലേ, അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും ആഘോഷിക്കേണ്ട കാര്യമല്ലേ? അതെ അളിയ, അനാമികയോട് ഈ കാര്യം പറഞ്ഞ് ഓഫീസിൽ നിന്ന് നേരത്തെ വരാൻ പറയണം. അളിയൻ പ്രസിഡന്റ് ആയത് അറിഞ്ഞ അവൾ ഒരുപാട് സന്തോഷിക്കും. അയ്യോ, ഇതൊന്ന് ഊരാവോ? എന്റെ കഴുത്ത് വേദനിക്കുന്നു. ആരെങ്കിലും ഊരുത്താ. പതുക്കെ സൂക്ഷിച്ചു. അങ്ങോട്ട് വരൂ. നല്ല പിള്ള ചമഞ്ഞ് ദേവേട്ടന്റെ മനസ്സിൽ കേറിക്കൂടാൻ നോക്കുകയാണല്ലേ? കൺഗ്രാറ്റുലേഷൻസ് സർ. താങ്ക് യു ഋഷി. അപ്പോഴേക്കും ഞാൻ പ്രസിഡന്റ് ആയ കാര്യം നീ അറിഞ്ഞോ? സാറിനെ നോമിനേറ്റ് ചെയ്തപ്പോഴേ എനിക്കറിയാം ഇത് സാറിനുള്ള പോസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ തന്നെ പോലെ ഒരു യങ്സ്റ്ററാണ് പ്രസിഡന്റ് ആവേണ്ടത്. കുഴപ്പമില്ല സർ, ഇപ്പോഴും ഞാൻ ഈ ക്ലബിന്റെ പ്രസിഡന്റ് ആണെന്ന് വിചാരിക്കുന്നത്. ഇവന്റെ സംസാരവും ഇവനെയും കാണുമ്പോ തന്നെ ദേഷ്യം തോന്നുന്നു എനിക്ക്.